സ്വജനപക്ഷപാതത്തിന്റെയും ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയുടെയും വലിയ ഉദാഹരണമാണ് നോർത്ത് ബസ് സ്റ്റാൻഡ് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഒ. പൈലപ്പൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 3 കൗൺസിൽ കാലഘട്ടങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായും നിർമ്മാണം നടത്തിയ നോർത്ത് ബസ് സ്റ്റാൻഡിൽ ഭരണകക്ഷിയിൽ സ്വാധീനമുള്ളതും ഭരണത്തെ പിന്തുണയ്ക്കുന്നതുമായ വ്യക്തിയുടെ സ്വകാര്യ കച്ചവട സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകൾ കൊണ്ട് സ്റ്റാൻഡ് നിറച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സ്വജനപക്ഷപാതമാണ്. വിവിധ കാലയളവിലായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ബസ് സ്റ്റാൻഡ് സ്വകാര്യ കച്ചവട സ്ഥാപനത്തിന്റെ സ്പോൺസേഡ് പദ്ധതിയായതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. റോഡരികിലെ ഒരു ബസ് ഷെൽട്ടറിൽ സ്ഥാപനത്തിന്റെ പരസ്യം സ്ഥാപിക്കുമ്പോൾ നിർമ്മാണ ചെലവുകൾ ആ സ്ഥാപനമായിരിക്കും വഹിക്കുന്നത്. പട്ടണത്തിന്റെ പ്രധാന ഒരു ബസ് സ്റ്റാൻഡിൽ ലക്ഷങ്ങൾ വാങ്ങിയാണ് സാധാരണ പരസ്യങ്ങൾ ചെയ്യാൻ അനുവാദം നൽകുന്നത്. സൗജന്യമായി ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ പരസ്യം കൊണ്ട് സ്റ്റാൻഡ് നിറഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിലുള്ള അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നഗരസഭയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം സ്ഥാപനത്തിൽ നിന്ന് ഈടാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നിർമ്മാണത്തിന്റെ ഭൂരിഭാഗവും പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ച ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ സുഗമമായി പ്രവേശിക്കുവാൻ കഴിയുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രവർത്തനം നിർത്തിയത്. ഈ ഭരണസമിതി അധികാരത്തിലേറി 6 മാസം കൊണ്ട് തുറന്ന് പ്രവർത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ബസ് സ്റ്റാൻഡിലെ വഴിയരികിലെ കച്ചവടക്കാരെ 3 വർഷം മുൻപ് പുനരധിവസിപ്പിച്ചിട്ടും ബസ് സ്റ്റാൻഡ് തുറന്ന പ്രവർത്തനം ആരംഭിക്കാതിരുന്നത് ഭരണപക്ഷത്തെ ഭിന്നതയും ഭരണാധികാരികളുടെ വീഴ്ചയുമായിരുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം വൈകിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണകക്ഷിയായ LDF-നാണ്. തിരക്കിട്ട് ഉദ്ഘാടനം പ്രഖ്യാപിക്കുമ്പോഴും നിർമ്മാണ ജോലികൾ ഇനിയും ബാക്കിയാണ്. കൗൺസിൽ യോഗത്തിൽ വരെ ഉദ്ഘാടന തീയതിയോ ബസ്സുകളുടെ സർവീസുകൾ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമോ സംബന്ധിച്ച അന്തിമ തീരുമാനമോ ചർച്ച നടത്താതെ തിരക്കിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. കൗൺസിലർ ഷിബു വാലപ്പനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കൂട്ടം കാണാൻ കഴിയും. ഊക്കൻ മാർട്ടിൻ അല്ലെങ്കിൽ ഊക്കൻ ഗ്രൂപ്പാണ് ബസ് സ്റ്റാൻഡ് സ്പോൺസർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആ പ്രതീതിയിലാണ്. അതായത് കൗൺസിലിന്റെ ഒരു അംഗീകാരം ഒന്നുമില്ലാണ്ട് ബസ് സ്റ്റാൻഡ് മുഴുവനും ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വെച്ചേക്കാം. നമുക്കറിയാം, ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു പരസ്യം വെച്ചാൽ അതിന്റെ മൂല്യം എത്ര കിട്ടുന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇത് നഗരസഭയുടെ ലക്ഷക്കണക്കിന് ഉറുപ്പിക മുതൽ മുടക്കി ബസ് സ്റ്റാൻഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ